സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC നടത്തുന്ന സാനിറ്ററി കെമിസ്ട്രി എന്ന എക്സാമിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമുക്ക് മൈക്രോബയോളജിയിലെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the process of conversion of nitrogen to ammonia is termed as option A nitrification, B nitrogen fixation, C ammonification and D denitrification. നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര്, അതാണ് ചോദ്യം. നൈട്രിഫിക്കേഷൻ ആണോ, നൈട്രജൻ ഫിക്സേഷൻ ആണോ, അമോണിഫിക്കേഷൻ ആണോ, ഡീനൈട്രിഫിക്കേഷൻ ആണോ? നൈട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഒരുപാടുള്ള ഒരു ഗ്യാസ് ആണ്. പക്ഷെ നൈട്രജൻ ഗ്യാസ് ആയിട്ട് തന്നെ ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ചില പ്രോകാരിയോട്ടിക് സ്പീഷീസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്, പ്രത്യേകിച്ച് പ്ലാന്റ്സിനൊക്കെ നൈട്രജൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യണം. അതാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നൈട്രജനെ കൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരാം ഓപ്ഷൻ ബി ആണ്, നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ പഠിച്ചു വെക്കുക. അത് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ ആണ് വിളിക്കുന്ന പേര്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ നൈട്രജന് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പൊ അതിന് സഹായിക്കുന്നത് ബാക്ടീരിയാസും ചില എൻസൈംസും ഒക്കെ വേണം. അമോണിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the decomposition of organic nitrogen of dead plants and animals into ammonia. അതായത് പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഡെഡ് ആയി കഴിയുമ്പോൾ ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് അതിനകത്തുള്ള ഓർഗാനിക് നൈട്രജൻ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അമോണിയ ആകും. ആ പ്രോസസ്സാണ് അമോണിഫിക്കേഷൻ. ഓക്കെ, അമോണിയനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആദ്യം നൈട്രൈറ്റ് ആക്കുന്നു, അതിനുശേഷം നൈട്രേറ്റ് ആക്കുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നൈട്രജൻ സൈക്കിളിൽ വരുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം നൈട്രജനെ അമോണിയ ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നു. അമോണിയനെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രൈറ്റുകൾ ആക്കുന്നതിനെ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് നൈട്രോസോമോണസ്, നൈട്രോകോക്കസ്. ഇതൊക്കെ ബാക്ടീരിയകളുടെ പേരൊക്കെ പഠിച്ചു വെക്കാം. ഈ നൈട്രൈറ്റിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കുന്നു. അതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് നൈട്രോബാക്ടർ. അപ്പൊ ഈ രണ്ട് പ്രോസസ്സിനെയും കൂടെ നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പിനെയും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് നൈട്രിഫിക്കേഷൻ. ഓക്കെ, ഇനി തിരിച്ച് ഈ നൈട്രേറ്റിനെ വീണ്ടും നൈട്രജൻ ആക്കുന്നു, റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രജൻ ആക്കും. അതിന് സഹായിക്കുന്നത് സ്യൂഡോമോണസ്, തയോബാസിലസ് ഒക്കെയാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. നൈട്രിഫിക്കേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ഈ 4 പ്രോസസ്സുകളും പഠിച്ചിരിക്കുക: നൈട്രിഫിക്കേഷൻ, നൈട്രജൻ ഫിക്സേഷൻ, അമോണിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. ഓരോ സ്റ്റെപ്പിലും സഹായിക്കുന്ന ബാക്ടീരിയകളുടെ പേരും കൂടെ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ, the enzyme nitrogenase, option A, oxidize ammonia into nitrite. Option B, act as an oxygen scavenger in nodules. Option C, catalyzes the conversion of atmospheric nitrogen to ammonia. Or option D, reduce nitrate to nitrogen. നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജനെ അമോണിയ ആക്കുന്ന ആ ഒരു പ്രോസസ്സിന് സഹായിക്കുന്ന എൻസൈമാണ് ഈ പറഞ്ഞ നൈട്രോജനേസ്. ഈ പ്ലാന്റ്സില് ബാക്ടീരിയയുടെ സഹായത്തോടെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഈ ബാക്ടീരിയാസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യും. കണ്ടോ, പ്ലാന്റ്സിന്റെ റൂട്ടിൽ വന്നിട്ട് ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് അവിടെ നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ നൊഡ്യൂൾസിന്റെ അവിടെയാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. പ്ലാന്റ്സിന്റെ ഈ പറഞ്ഞ ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള നൊഡ്യൂൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നൊഡ്യൂൾസിൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തണമെങ്കിൽ നൈട്രോജനേസ് വേണം. ഈ പറഞ്ഞ നൈട്രോജനേസിന് ഓക്സിജനോട് സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഓക്സിജന്റെ പ്രസൻസ് അവിടെ ഇല്ലാതെ ആക്കണം, അനൈറോബിക് കണ്ടീഷൻസ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓക്സിജൻ സ്കാവെഞ്ചർ ഉണ്ട്. അതാണ് ലെഗ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ഓക്സിജനോട് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അനൈറോബിക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്താലാണ് അവിടെ റിയാക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുള്ളൂ. അതായത് നൈട്രോജനേസിനെ രക്ഷിക്കാനായിട്ട് വരുന്ന ആളാണ് ഈ പറഞ്ഞ ലെഗ് ഹിമോഗ്ലോബിൻ. അപ്പൊ അവിടുത്തെ ഓക്സിജൻ സ്കാവഞ്ചർ ആരാണെന്ന് ചോദിച്ചാൽ ലെഗ് ഹിമോഗ്ലോബിൻ. അതേപോലെ ഈ പറഞ്ഞ നൈട്രോജനേസ് എൻസൈം ഒരു മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ ആണ്. ആ പോയിന്റ് കൂടെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് വരിക? നൈട്രോജനേസ് എന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആക്കുന്നു കേട്ടോ. അപ്പൊ അതിൽ ഈ ലെഗ് ഹിമോഗ്ലോബിൻ ആ പോയിന്റ്, ഓക്സിജൻ സ്കാവഞ്ചർ ആരാണെന്ന് ചോദിച്ചാൽ ലെഗ് ഹിമോഗ്ലോബിൻ ആണ്. നൈട്രോജനേസ് എന്ത് തരം എൻസൈം ആണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു മോളിബ്ഡനം അയൺ പ്രോട്ടീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many ATP molecules are required to produce one ammonia molecule? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിനെല്ലാം എനർജി വേണം. എനർജി വേണമെങ്കിൽ അവിടെ ATPയുടെ കൺസെപ്ഷൻ ഉണ്ട്. അപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്യുമ്പോൾ, നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്നത് 16 ATP ആണ് ഓവറോൾ റിയാക്ഷനിൽ വരുന്നത്. അപ്പോൾ ഒരു നൈട്രജൻ മോളിക്യൂൾ N2, ശ്രദ്ധിക്കുക കേട്ടോ, ഒരു നൈട്രജൻ മോളിക്യൂളിന് 16 ATP വേണം 2 അമോണിയ മോളിക്യൂൾ ഉണ്ടാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു അമോണിയ മോളിക്യൂൾ കണ്ടോ, 1 അമോണിയ മോളിക്യൂൾ, ഒരു അമോണിയ മോളിക്യൂളിന് എത്ര ATP വേണമെന്ന് ചോദിച്ചാൽ 8 ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒരു നൈട്രജൻ മോളിക്യൂളിൽ നിന്ന് എത്ര അമോണിയ കിട്ടും എന്ന് ചോദിച്ചാൽ 2 അമോണിയ കിട്ടും. അതിന് എത്ര ATP വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ATP വേണം. അങ്ങനെയാണെങ്കിൽ ഒരു അമോണിയയ്ക്ക് എത്ര ATP വേണ്ടി വരും? എത്ര ATP ആണ് അവിടെ കൺസെപ്ഷൻ വരുന്നത് ഒരു അമോണിയയ്ക്ക്? 8 കേട്ടോ. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a free living nitrogen fixer? അപ്പൊ നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കുന്ന ബാക്ടീരിയകൾ പലതരമുണ്ട്. ഫ്രീ ലിവിംഗ് ഉണ്ട്, അസോസിയേഷനിൽ വരുന്നവരുണ്ട്. അപ്പം ഫ്രീ ലിവിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെത്താനെ നൈട്രജൻ ഫിക്സിംഗ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ. അസോസിയേഷനിൽ വരുന്നവർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് അസോസിയേഷൻ, അതായത് അവരുടെ സഹായത്തോടെ നൈട്രജൻ ഫിക്സിംഗ് നടത്തുന്നവർ. അപ്പൊ ഫ്രീ ലിവിങ്ങിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സയനോ ബാക്ടീരിയ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ സയനോ ബാക്ടീരിയ ആണ്. ബാക്കി നമ്മൾ പറയുന്ന റൈസോബിയം, ഫ്രാങ്കിയ, അസോസ്പൈറിലം എല്ലാം അസോസിയേഷനിൽ വരുന്നവരാണ്, ഫ്രീ ലിവിംഗ് അല്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇതിൽ അസോസിയേഷൻ വരുന്നത് അപ്പൊ ഏത് സ്പീഷീസുമായിട്ടാണ് ഈ ബാക്ടീരിയ അസോസിയേഷൻ വരുന്നതെന്നാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബ്രാഡിറൈസോബിയം, അസോറൈസോബിയം, റൈസോബിയം, ഫ്രാങ്കിയ, ഈ പറഞ്ഞതെല്ലാം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പേര് നമുക്ക് ചിലപ്പോൾ കാണാതെ പഠിക്കാനായിട്ട് ഇത്തിരി പാടുണ്ടാവും. ജസ്റ്റ് നമ്മൾ ആ പേരുകളൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവണം ആ രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതില് ബ്രാഡിറൈസോബിയം എന്ന് പറയുന്നത് സോയാബീനുമായിട്ട് അസോസിയേഷൻ വരുന്നു. അസോറൈസോബിയം എന്ന് പറയുന്നത് സസ്ബാനിയ സ്പീഷീസുമായിട്ട് അസോസിയേഷനിൽ വരുന്നു. ഓക്കെ, ഇനി നോഡ്യൂൾ ഫോർമേഷൻ അല്ലാതെ നോൺ നോഡ്യൂലേഷൻ വഴി നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ളവരാണ് അസോള എന്ന് പറയുന്നത്. അത് അനാബിയനുമായിട്ട് അസോസിയേഷനിൽ വരുന്നു. ആന്തോസെറോസ് എന്ന് പറയുന്നത് നോസ്റ്റോക്കുമായിട്ട് അസോസിയേഷനിൽ വരുന്നു കേട്ടോ. പിന്നെ ഫ്രീ ലിവിംഗ് ആയിട്ടുള്ളത് അസോബാക്ടർ, ക്ലോസ്ട്രിഡിയം, റോഡോസ്പൈറില്ലം, ബെജറിനിക്ക, അനാബിയന, നോസ്റ്റോക്ക്, ഇതെല്ലാം ഏതാണ്? ഫ്രീ ലിവിംഗ് ബാക്ടീരിയസ് ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫ്രീ ലിവിംഗ്. ഈ അനാബിയന, നോസ്റ്റോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സയനോ ബാക്ടീരിയയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ അസോള അവരുമായിട്ട് അസോസിയേഷനിൽ വരുന്നതാണ് കേട്ടോ, അസോസിയേഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഫ്രീ ലിവിംഗ് ഏതാണ്, അസോസിയേഷനിൽ വരുന്നത് ഏതാണെന്നുള്ളത് ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ഈസ്. നൈട്രജൻ ഫിക്സേഷന്റെ ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ബി നൈട്രേറ്റ്സ്, സി നൈട്രൈറ്റ്സ്, ഡി അമോണിയ.
അപ്പൊ നമ്മൾ നൈട്രജൻ ഫിക്സേഷന്റെ നൈട്രജനെ അമോണിയയ്ക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈക്വേഷൻസ് ഒക്കെ കണ്ടു. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് അമോണിയ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അമോണിയ. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ പഠിച്ചു വെക്കുക, അത് അമോണിയ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.